ഇന്ത്യയിലും നേപ്പാൾ മോഡൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിക്കും കുടുംബത്തിനും അധികം വൈകാതെ തന്നെ നാട് വിടേണ്ടി വരുമെന്ന് വ്യക്തമാക്കി BJP MP നിഷികാന്ത് ദുബെ. ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഇതെല്ലാം തന്നെ ഇതിനുശേഷം ഇപ്പോൾ നേപ്പാളിലും എന്താണോ സംഭവിക്കുന്നത് അതിന് സമാനമായ കലാപമാണിപ്പോൾ ജോർജ് സോറോസിന്റെ അജണ്ടയിലൂടെ തന്നെ നടപ്പാക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധിയെ കൊണ്ട് സമ്മതിക്കില്ല എന്ന പ്രതിജ്ഞയിലാണ് BJP അടക്കം മുന്നോട്ട് പോകുന്നത്. എല്ലായ്പ്പോഴും ദേശവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. ഇന്ത്യൻ പൗരൻ ആണെങ്കിലല്ലേ രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ താല്പര്യം കാണിക്കേണ്ടതുള്ളൂ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചോദിക്കുന്നത്. നേപ്പാൾ മോഡൽ ഭരണ അട്ടിമറിക്ക് വേണ്ടി കലാപമുണ്ടാക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നുണ്ട് എന്ന് BJP MP നിഷികാന്ത് ദുബെ ഇവിടെ അടിവരയിട്ട് വ്യക്തമാക്കുകയും ചെയ്തു. അതേപോലെ തന്നെ വിദേശ ശക്തികളുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് തന്നെ നിലവിലെ മോദി ഭരണം അട്ടിമറിക്കാനുള്ള ടൂൾ കിറ്റ് നടപ്പാക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുകയാണ് എന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്നു. പക്ഷേ ഇങ്ങനെ ഒരു കലാപം ഉണ്ടായാൽ ഇന്ത്യയിൽ നിന്നും ഓടിപ്പോകേണ്ടി വരിക ഗാന്ധി കുടുംബത്തിനാണ് എന്നും അദ്ദേഹം ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ശ്രീലങ്കയിൽ നടന്നതുപോലെ പിന്നീട് ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെ അതിനുശേഷം നേപ്പാളിൽ സംഭവിച്ചത് എന്താണോ അത് ഇന്ത്യയിലും നടത്താൻ അല്ലെങ്കിൽ ഇന്ത്യയും അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തൊഴിലില്ലായ്മയും പട്ടിണിയുമാണ് നേപ്പാളിലെ കലാപത്തിന് കാരണമെന്നും ഇത് ഇന്ത്യക്ക് ഒരു മുന്നറിയിപ്പാണ് എന്നത് ഉദ്ധവ് താക്കറെ പക്ഷം കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഗൂഢപദ്ധതി മാത്രമാണ് എന്നാണ് BJP ആരോപണം ഉന്നയിച്ചത്. അതുപോലെ തന്നെ വോട്ട് മോഷണം എന്ന ആരോപണം തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തുകയും ചെയ്തിരുന്നു. ഇലക്ഷൻ കമ്മീഷനിൽ കൃത്രിമത്വം കാട്ടി BJP അനുകൂലമായ വിജയം നേടുന്നു എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. എങ്കിൽ 2024 ലോക്സഭാ ഇലക്ഷനിൽ ഇതേ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതേ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രവും ഉപയോഗിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ കൂടുതൽ സീറ്റ് നേടിയത് ഇന്ത്യ മുന്നണി ആകില്ലേ എന്ന ചോദ്യവും നിഷികാന്ത് ദുബെ ഇവിടെ ചോദിക്കുന്നുണ്ട്. അന്ന് ആകെയുള്ള 48 ലോക്സഭാ സീറ്റിൽ 30 സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടി. അതുപോലെ NDAക്ക് കിട്ടിയത് വെറും 18 സീറ്റുകൾ മാത്രമാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഇത്തരം വ്യാജമായ ആരോപണങ്ങൾ ഉയർത്തുന്നത് ജോർജ് സോറോസിന്റെ ടൂൾ കിറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് എന്നതാണ് നിഷികാന്ത് ദുബെ ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം രാജ്യം ഒരു മാറ്റത്തിനായി ആഗ്രഹിക്കുമെന്നും 2019 കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടക ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ വ്യക്തമാക്കിയത്. ഇദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന എത്ര കണ്ട് യോജിക്കുന്നു എന്നത് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. കാരണം പ്രധാനമന്ത്രി കസേരയിലിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇന്ത്യയിൽ അട്ടിമറിക്കുകയോ അല്ലെങ്കിൽ അട്ടിമറിക്കുന്ന രീതിയിൽ ഒരു കലാപം സൃഷ്ടിക്കാൻ ശ്രമം നടത്തുകയോ ചെയ്യില്ല എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. 2028 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കർണാടക നിലനിർത്തുമെന്നും അദ്ദേഹം ഊന്നി പറയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ ടുഡേ സൗത്ത് കോൺക്ലേവിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇത്തരമൊരു കാര്യം പറയുന്നത്. 2019 രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രിയാകുമെന്ന് എനിക്ക് വളരെ ആത്മവിശ്വാസമുണ്ട് എന്നും രാജ്യത്തിനൊരു മാറ്റം ആവശ്യമാണ് എന്നും ഇത് രാജ്യത്ത് നിങ്ങൾക്ക് സുഹൃത്തുക്കളില്ലേ, ബംഗ്ലാദേശ് പോലുള്ള അയൽ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിലെ തകർച്ചയെക്കുറിച്ച് BJP വിമർശിച്ചുകൊണ്ടായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ അടുത്ത പ്രധാനമന്ത്രിയായി പിന്തുണയ്ക്കുമെന്നും RJD നേതാവ് തേജസ്വി യാദവും കഴിഞ്ഞ മാസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ, മാസ് വിലക്കുറവ്, സൂപ്പർ EMI ഓപ്ഷനുകൾ, ബ്രാൻഡ് ഓഫറുകൾ, ഇതിലെല്ലാത്തിലും ഉപരി മൈജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ. മൈജി ഓണം മാസ് ഓണം.